നാം ശിവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരേ സമയം പലതുമാണ്. അദ്ദേഹം ഏറ്റവും സുന്ദരനുമാണ്, ഏറ്റവും വിരൂപനുമാണ്. അദ്ദേഹം മഹാനായ തപസ്വിയാണ്. അദ്ദേഹം കുടുംബസ്ഥനുമാണ്. ദേവന്മാർ അദ്ദേഹത്തെ ആരാധിക്കുന്നു, അസുരന്മാരും അദ്ദേഹത്തെ ആരാധിക്കുന്നു. ലോകത്തിലെ എല്ലാത്തരം ജീവജാലങ്ങളും അദ്ദേഹത്തെ ആരാധിക്കുന്നു. ശിവനെക്കുറിച്ച് നാം എന്തു പറഞ്ഞാലും നാം മനസ്സിലാക്കണം, അതിൻ്റെ നേർ വിപരീതവും സത്യമാണ്. ശിവൻ പേരുകൾ നൽകാൻ പാടില്ലാത്ത യോഗിയാണ്. പേരുകൾ നൽകുന്നത് പരിമിതപ്പെടുത്തലും നിയന്ത്രിക്കലുമാണ്. അതേസമയം ഈ എല്ലാ നാമങ്ങളുടെയും ആകത്തുക മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും സമ്പൂർണ്ണ പ്രതിനിധാനമാണ്. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാ ഗുണങ്ങളുടെയും സങ്കീർണമായ രൂപമായ ഈ മനുഷ്യനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ജീവിതത്തിന് തന്നെ അതീതമാണ്.